ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ തലോസ് വ്ലോഗിന്റെ പുതിയവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ചൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ചാല് കൊമ്പങ്ങാട്ട് കോയി കുഞ്ഞാപ്പു ഇന്നലെ വന്നിട്ടാണ് നമ്മളെ കൊണ്ടോട്ടി പുലിക്കുളി സ്കൂൾ വന്നിട്ട് MLP സ്കൂൾ വന്നിട്ട്. അപ്പൊ ഇതിന്റെ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു 15 മിനിറ്റിന്റെ വീഡിയോ ആണ്. അപ്പൊ എന്ത് ചെയ്യാ, സ്കിപ്പ് ചെയ്യാതെ കാരണം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാ ഗായ്സ്. നമ്മള് കൊമ്പങ്ങാട്ട് കോയി ഉണ്ടീനി, കുഞ്ഞാപ്പു ഉണ്ടീനി, നമ്മളെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു സ്പെഷ്യൽ വീഡിയോ. അപ്പൊ എന്ത് ചെയ്യാ, എല്ലാവരും ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ഉറപ്പായിട്ടാണോ. സ്കൂളിന്റെ പേര് MLP സ്കൂളാണ്. മറ്റേ വാർഷികമായിട്ട് പരിപാടിക്ക് വന്നാത്ത കുഞ്ഞാപ്പു കൊമ്പങ്ങാട്ട് പോയി വന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീലിക്കുക. നിങ്ങളെ സപ്പോർട്ട് ഉറപ്പായിട്ടാണ്. ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉറപ്പായിട്ട് നമുക്ക് നേരെ വീലിക്ക് പോവാം. ഇതിപ്പോ ലാൻഡ്സ്കേപ്പ് വീഡിയോ അല്ല, ലാൻഡ്സ്കേപ്പ് ഇങ്ങനെയാണ്. ഇതിപ്പോ ഷോർട്ട് വീഡിയോ ആണ്. ലാൻഡ്സ്കേപ്പിന്റെ വീഡിയോ ചെയ്തിട്ട് ഇങ്ങനത്തെ വീഡിയോ ചെയ്തിട്ട് 2 വീഡിയോ ചെയ്തിട്ട് അപ്പൊ എന്ത് ചെയ്യാം, ഇപ്പൊ ഷോർട്ട് വീഡിയോ ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇങ്ങനത്തെ വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യും. ഫുൾ വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പോഴത്തെ 15 മിനിറ്റിന്റെ വീഡിയോ ആണ്. ഫുള്ള് വീഡിയോ ഇട്ടില്ല. അത് ഫുള്ള് വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഇത് 15 മിനിറ്റിന്റെ വീഡിയോ ആണ്. അപ്പൊ എന്ത് ചെയ്യാം, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ഉറപ്പായിട്ടും ലൈക്ക് അടിക്കാം, ശരി. നമുക്ക് നേരെ വീഡിയോ പോവാം. ഓക്കെ, തലോസ് ബ്ലോഗർ. ഓക്കെ, സ്കൂളിൽ വന്നുകൊണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞാപ്പ് സംസാരിക്കണോ കോയ സംസാരിക്കണോ? ഉറപ്പാണോ? എന്നാ എല്ലാവരും ഇത് കൈയടിച്ചോളൂ. മലയാളക്കരയിൽ നിങ്ങളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ആരാധകരെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന, ഒരുപാട് തമാശകളിലൂടെ നിങ്ങളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞാപ്പു. ഞാൻ വിളിച്ച് സംസാരിച്ചോ? സുഖല്ലേ? മാന്യ സദസ്സിന് വന്ദനം. ഹലോ. അത് ഇവര് പരിപാടി അവർ അവതരിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനത്തെ പരിപാടിയൊക്കെ സ്കൂളിൽ അങ്ങനെയാണ്. ഞാനൊക്കെ അങ്ങനെ പഠിച്ചു. അങ്ങനെയല്ലേ? അപ്പോ കുമ്പങ്ങാട് തറവാട്ടിൽ നിന്ന് ഇപ്പച്ചി ഞാനും വന്നു. ഞങ്ങൾക്കൊക്കെ നല്ല സന്തോഷമുണ്ട്. നിങ്ങൾക്ക് നല്ല സന്തോഷമുണ്ടോ? ഹലോ. അതല്ലേ അതല്ലേ ഹാപ്പിനെസ് ഉണ്ടോ? അപ്പോ ഒരുപാട് സന്തോഷമുണ്ട്. അത് നേരത്തെ പറഞ്ഞു. ഞാനൊന്ന് പറയട്ടെ. മനസ്സിലായി എന്തിനാ നല്ലത്. ശരി, ഞാൻ കുറെ സമയത്ത് നിങ്ങളത് കാണാൻ. അപ്പോ ഇവിടുത്തെ സ്കൂളിൽ വരാനും ഒരുപാട് ഒരുപാട് വേറെ പരിപാടി തന്നെ അതിനെത്തൂല. അതുകൊണ്ടാണ് ഒരുപാട് ബാക്കി പെട്ടെന്ന് സന്തോഷമുണ്ട്. ഇതിപ്പോ നേരത്തെ പറഞ്ഞു. സന്തോഷം ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്നത്. സന്തോഷത്തിന് കോട്ടയം വന്നിട്ട് ഒന്നും ബാങ്കിങ് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ബാക്കി ഇത് പെട്ടെന്ന് പറയും, ഇവര് വെയിറ്റ് ചെയ്യാനത്. അപ്പൊ നമുക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എന്റെ പോലെ അടി വാങ്ങാതെ നല്ലപോലെ പഠിച്ചു സാറാവുക. ശരി ശരി. സാധാരണ മാഷുമാരൊക്കെയാണ് തല്ലല്. എനിക്ക് മാഷും പിതാവൊക്കെ എൻ്റെ പച്ചയാണ്. പച്ചിൻ്റെ അടുത്ത് നിന്ന് കിട്ടി നിങ്ങളുടെ മുന്നിൽ, സ്റ്റേജിന്റെ മുന്നിൽ കിട്ടി. അല്ല അത് ഞാൻ തരാം. പൊട്ടിച്ചേ അതല്ലേ ഇവിടെ എത്തിയെന്നാണ്. അപ്പോ തുടക്കം തന്നെ നമുക്ക് ഒരു ഈശ്വര പ്രാർത്ഥനയോട് കൂടിയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യാവും. നല്ലേ സ്കൂളല്ലേ? ഒപ്പനൊന്നും എന്നെ കൊണ്ടേക്കൂല. ഒരു ഈശ്വര പ്രാർത്ഥനയോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ? നല്ലേ കൂടെ പാടോ? അതൊരു പാടും. കാരണം അമ്മ എനർജിയാണ് നമ്മളെ. എന്താണ്
LP സ്കൂളിന്റെ മുത്തുമണിയാക്ക്. ഒരുപാട് സന്തോഷമുണ്ട്. ഏതായാലും ഇമ്മാരിയൊരു ക്രൗഡ് ഈ നേരത്തെ സെറ്റ് ആക്കിയല്ലേ. അപ്പൊ ഇതിനാദ്യം തന്നെ നമ്മള് ഇതിന്റെ PTA-നോടും മാനേജ്മെന്റിനോടും ഒരുപാട് ടീച്ചേഴ്സിനോടും എല്ലാവരോടും ഒരുപാട് നന്ദി പറയണം. കാരണം നിങ്ങളെ കാണാനുള്ള അവസരം നമ്മൾക്ക് ഒരുക്കി തന്നത് ഈ സ്കൂളിന്റെ അടച്ച തമ്പുരാനൊക്കെ ഇടക്കിടക്ക് കൊടുക്കും ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് ആണ്. അപ്പൊ ഓരോട് നമ്മൾ നന്ദി പറയണം. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവർക്ക് കാണുന്നുണ്ടെങ്കിൽ 5 മണിയായ ഓരോ മൊബൈലിൽ നമ്മൾ എത്തുന്നുണ്ട്. പക്ഷേ ഓരോ സപ്പോർട്ടോട് മാത്രമാണ് നമ്മൾ ഇവിടെ ഈ സ്റ്റേജിൽ നിൽക്കുന്നത് എന്നുള്ളത് യാതൊരു സംശയമില്ല അല്ലേ. ഇവരെ ഒറ്റ സപ്പോർട്ടോട് മാത്രമാണ് ഇന്ന് ഞാനും ഈ സിക്കൊക്കെ ഈ സ്റ്റേജിൽ എത്തി നിൽക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷ് അറിയില്ല എന്നാലും പറയുന്നുള്ളൂ. അപ്പോ ഇവരെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ കാണുമ്പോഴും. പിന്നെ അതന്നെ വരാനുള്ളത് ഈ ചെങ്ങായി ആദ്യം ഈ സന്തോഷം എടുത്തിട്ട് ഒരുപാട് വട്ടം സന്തോഷം വരുന്നു. സത്യമാണ് ഇവരെ സപ്പോർട്ട് ഇല്ലാതെ നമ്മൾ ഇവിടെ എത്തും. തീർച്ചയായിട്ടും അതാണ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇവരൊക്കെ ഈ ലെവലിൽ എത്തിയിരിക്കുന്നത്. എന്റെ ഫസ്റ്റ് കാര്യം പറയട്ടെ, നിങ്ങൾ ഈ ഒരു 6 ആൾക്കാര് ബാക്കൊക്കെയാണ് എല്ലാരും ഇങ്ങനെ നിൽക്കണേ അല്ലേ. നിങ്ങൾ മാത്രത്തെ ഇങ്ങനെ നേരെ നിൽക്കേ. ഈശ്വര പ്രാർത്ഥന അറ്റൻഷൻ ആണ്. അറ്റൻഷൻ സ്റ്റാൻഡ് തുടങ്ങല്ലേ. കൂടെ പോയിടോ. കൊമ്പങ്ങാട് കോയ വെളിപ്പച്ചിന്റെ സൈന കൊമ്പത്തിരുന്ന് പാട്ടിന് കൊമ്പത്തിരുന്ന് പാട്ടിന് ഇവർക്ക് നല്ലൊരു കൈകടി കൊടുത്തു. ഈശ്വര പ്രാർത്ഥന പറഞ്ഞിട്ട് അതന്നെയാണ് ലാസ്റ്റത്തെ പേര് കണ്ടോ, കുഞ്ഞാപ്പു ഈശ്വർ. ഇത് കൊള്ളാലോ. ഓക്കെ, ഇനി കോയക്ക് എന്താ പറയാനുള്ളത്? ഞാനല്ലേ ഇതുവരെ പറഞ്ഞത്. ഇന്ന് അടിയുണ്ടോ ഇവിടെ? അടി നമുക്ക് കൊടുക്കല്ലേ, ഒന്ന് ലൈവായിട്ട് കൊടുത്താലോ? അല്ലല്ല അതുണ്ടായിക്കോട്ടെ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾ സ്കൂളിലൊക്കെ അത് അനുകരിക്കുന്നുണ്ട്. കൊമ്പങ്കാട് കോയ കുഞ്ഞാപ്പുമായിട്ട് കുറെ ടീച്ചർമാര് കുറെ മാഷന്മാരൊക്കെ നമ്മളോട് കംപ്ലൈന്റ് പറയുന്നുണ്ട്. ഇതൊക്കെ റിയൽ അല്ല, റീലാണെന്നുള്ളത് ഇവിടുന്ന് പോയി കാണിച്ചു കൊടുക്കണമല്ലോ. അടി കൊള്ളുന്നുണ്ടോ? ഞങ്ങൾ അടി കൊള്ളലുണ്ടോ? കൊള്ളലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചങ്ങായി ഇങ്ങനെ നിൽക്കുവോ? അതിന്റെ പണി അങ്ങനെ നിൽക്കാനുണ്ടാവില്ലേ. ശരിക്കും അല്ലേ, ഇത്രമാത്രം അടി കിട്ടിയ ഒരാള് ലോകത്തുണ്ട്. വേൾഡില് അടിച്ചിട്ട് ഫേമസ് ആയ മനുഷ്യന്മാരുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അതാണ്, ഒരാൾ അടിച്ചിട്ടും അടി കൊണ്ടിട്ടും. അപ്പോ കേൾക്കുന്നുണ്ടോ? ഓരോ മനസ്സിലായി അടി കൊടുക്കാനാണ്. ഇതേപോലെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഓരോടെ സംസാരിച്ചോട്ടെ. ഓരോ മീറ്റ് ചെയ്യാൻ ഈ കണ്ട ആൾക്കാർ മുഴുവൻ നമ്മൾ സംശയിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒച്ച ഉണ്ടാക്കി പോകരുതെന്ന് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ അനുഭവത്തിൽ നിന്ന് പറയാണ്, പഠിക്കാനുള്ള ടൈമിൽ പഠിച്ചോണ്ട് മുത്തുമണിയാണ്. സത്യം പറയാം, നമ്മൾക്കൊക്കെ അവസരം നമ്മളോടൊക്കെ മാഷുമാര് പറയും ക്ലാസ് കേൾക്കണില്ലാന്നുണ്ടെങ്കിൽ ഇറങ്ങി പോയിക്കോളി, ക്ലാസ്സിന് താല്പര്യം ഇല്ലാത്തവർ ഇരിക്കണ്ടെന്നാ പറയാ. ഫസ്റ്റ് ബുക്ക് എടുത്തിട്ട് ഇറങ്ങാൻ ഞാനേ കാര്യം സത്യം പറയാം. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമുക്ക് നല്ല ഒരുപാട് എവിടെ എത്തും എന്നുള്ളത് നമ്മൾ അറിയില്ലല്ലോ. നാളത്തെ അവസരം അതന്നെ ഇറങ്ങിയിട്ട് നമ്മള് അതന്നെ സെന്റർ കൂലിപ്പണിക്ക് പോകാൻ സത്യം പറഞ്ഞാല് മോട്ടിവേഷൻ എന്ന് അറിയണ്ടേ. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങളെ ഈ കുരുന്നാളെ കാണുമ്പോ ആകെയുള്ള സങ്കടം എന്താ വെച്ചാൽ ഈ വരും തലമുറനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ലഹരി അല്ലേ, തീർച്ചയായിട്ടും അത് പറയേണ്ട വേണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാര്യം ആലോചിച്ചപ്പോ ഭയങ്കര സങ്കടം. കാരണം ഞങ്ങളെ ഇതിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കുറച്ച് കുരുത്തക്കട ചെക്കന്മാരെ കാണിച്ചിരുന്നുള്ളൂ. ഇപ്പൊ വരും തലമുറ അങ്ങനെയല്ല കാണിക്കുന്നത്. ഓരോരോ സാധനങ്ങൾ MDM ആയിട്ടും സ്റ്റിക്കറായിട്ടും കഞ്ചാവായിട്ടും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ സ്വന്തം വാപ്പാനും ഇമ്മാനും മാഷുമാരും ടീച്ചർമാരും ഗുരുനാഥന്മാരും അറിയാത്ത കോലത്തില് വെട്ടിമുറിച്ച് നടക്കുന്ന ഈ കാലത്ത് ഒരൊറ്റ കാര്യം ഞാൻ പറയാം, അറിയാത്തൊരു മനുഷ്യന് ഒരു മിഠായി പോലും തന്നാലും വാങ്ങി പോകരുത് മുത്തുമണികളെ. സത്യം പറയാം, വാങ്ങി പോകരുത്. വിശ്വസിച്ച് കഴിച്ചാൻ പറ്റാത്ത ഒരു കാലാണ്. അപ്പോ ആര് എന്ത് പറഞ്ഞാലും ഞാൻ അതിനില്ല. ഫസ്റ്റ് ഒരു പറയാൻ എന്താണ്, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക പറയാം, അല്ലെങ്കിൽ ഒരു പെഗ്, അല്ലെങ്കിൽ ഒരു ഷിപ്പ്, അല്ലെങ്കിൽ ഇതൊന്ന് വലിച്ചു വെക്കുക, അല്ലെങ്കിൽ ഒന്ന് മണത്ത് വെക്കുക, അങ്ങനെയൊക്കെ പറയും. ഒരു നിലക്കും അതിമക്ക് പോകരുത്. ലഹരി വിമുക്തമാക്കണം. ഓക്കെ, സെറ്റല്ലേ? പോവോ? അതാണ്, പോയി കൊടുക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരിക്കലും പോകരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവസരം
ഇവിടുന്ന് ഒരാളെ തവള എന്ന് വിളിക്കുന്നത് തവളാന്ന് വിളിക്കുന്നത്. അതൊക്കെ അത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. കാരണം ഞങ്ങൾ കഥാപാത്രങ്ങളെ വിളിച്ചത് തവള, നീർക്കോലി, ഹംസ, അപ്പുണ്ണി, കോയ അല്ലേ, അങ്ങനെ ഒരുപാടുണ്ട്. നീർക്കോലിന്ന് വിളിച്ചു. ഒരു വല്യമാന്റെ പേരുണ്ടല്ലോ, എന്താ നമുക്കത് പോയോ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുഞ്ഞാപ്പൂനെയാണോ കോയക്കനെയാണോ? മനസ്സിലായില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ കുഞ്ഞാപ്പൂരാണ് കോയക്കാണ് ഏറ്റവും കൂടുതൽ പവർ ഫാൻസ് എന്ന് നോക്കട്ടെ. ആ രണ്ടുപേർക്കും ഈ മുന്നിലുള്ളവർക്ക് എന്തായാലും രണ്ടുപേരെ ഇഷ്ടമാണ്. ഇത് ഞാനിതാ ഒരു കുഞ്ഞാപ്പൂര് ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയാണ്. ഡാൻസ് കളിക്കാൻ കഴിവുണ്ട്. ഏതാ അത് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഡാൻസ് കളിക്കാൻ പാട്ട് വെക്കട്ടെ. റെഡിയാണോ? എന്താ സൗണ്ട്? ഓക്കെ, യെസ് പറഞ്ഞു. ആരുടെ സൗണ്ട് എങ്കിലും എടുക്കുന്നുണ്ടോ? മമ്മൂട്ടിയുടെ. മമ്മൂട്ടിയോ? മമ്മൂട്ടിയൊക്കെ വരും തോന്നുന്നുണ്ടോ? പറയാൻ പറ്റില്ല. മിമിക്രി താരങ്ങള് പല ശബ്ദം എടുക്കാറുണ്ട്. കുഞ്ഞാപ്പൂ ഏത് സൗണ്ട് എടുക്കണ്ടേ? ഏതാ? ഓര് പറഞ്ഞാവുമ്പോ ഒരുപാട് നേരമാവും. ഞാൻ പറയാം, നീർക്കോലിയൊക്കെ എടുത്ത് കഴിഞ്ഞു പോന്നെ ഞാൻ പറയണത്. അപ്പൊ മണിച്ചിത്രത്തായില്ലേ നമ്മളെ പപ്പുച്ചേട്ടന്റെ സൗണ്ട് നിർത്തുകൊണ്ടാണ്. കുതിരോട്ടം പപ്പുച്ചേട്ടൻ. അത് മതിയോ? പപ്പുച്ചേട്ടന്റെ സൗണ്ട് അല്ലേ? കറക്റ്റ് ആണെങ്കിൽ കൈയടിക്കോ? ഉറപ്പാ? ആയില്ല, തുടങ്ങട്ടെ. കറക്റ്റ് അല്ലെങ്കിൽ അതിപ്പോ ചടിച്ചോളൂ. റെഡിയാ? ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ച് എന്റെ പെരുമാറ്റത്തിന്റെ എന്തെങ്കിലും പന്തുകളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഇന്നലെ അകത്ത് കെട്ടിയിട്ടുണ്ട്. വേറെ ആരുമല്ല, മാടമ്പള്ളിയിലെ പഴയ തമിഴിൽ തന്നെയാ. അസം വെച്ച് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ. ആയുസിന്റെ ബലം കൊണ്ട 4 തകിട് കുറിച്ചിട്ടുണ്ട്. എന്റെ തകിടത്ര മോശമൊന്നല്ല. അപ്പോ സംഭവം കളറായിട്ടുണ്ടെന്നുള്ളതാണ് അവർ കൈയടിച്ചത് മനസ്സിലായത്. ഇല്ല മനെ, നെഞ്ചമ്മ പാടിയ പാട്ട് ഏത് പടത്തിലേന്നറിയോ? ഇല്ല, എനിക്കറിയില്ല. എന്തിനാണോ எங்களுக்கு பாட்டுன்னா ரொம்ப பிடிக்கும். நான் அந்த பாட்டு பாடி தராமே. கலங்காத்தா சந்தனம் மதுவாகா புத்துருக்கோ பூப்படிக்கா போதில முதல்ல நாத்தமக்கில்லக்கோ தானானே தானி நானே தானானே தானினே தானானே தானி நானே தானானே தாനിനേ. അടിപൊളി, രക്ഷയില്ലേ? സൂപ്പർ. ഇനി ആരെങ്കിലും വരുന്നുണ്ടോ? മീൻകാരൻ മോശം എന്നെ കിട്ടിയതിന്റെ സമ്മതിണ്ടായിട്ടോ. എനിക്ക് ദുർഗാഷ്ടമി അന്ന് നമ്മള് കൊന്ന് അതിന്റെ രക്തത്തെ നമ്മള് കുടിച്ച് ഓങ്കാല നടനം ആടാവട്ടെ. മോശക്കായേ വേണ്ട വേണ്ടെന്നൊന്ന് പറയണേ. ജഡ്ജ് സമ്മതിരിക്കോട്ടെ. എന്തെങ്കിലും ചെയ്തിട്ട് പോണ്ടേ? ഇവിടെ നന്നായിട്ട് പാട്ട് പാടുന്നതാണോ? നന്നായിട്ട് പാട്ട് പാടുന്നോലെ വിളിക്കല്ലേ? അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാ? അല്ല, വിളിക്കല്ലേ, എത്ര ആളുണ്ടെന്ന് അറിയാം. നന്നായിട്ട് പാടും, സ്കൂളിൽ നന്നായിട്ട് പാടുന്നതാണോ? അവിടെയൊക്കെ പാട്ട് പാടുന്ന കുറെ മക്കളുണ്ട് അല്ലേ? എന്തൊക്കെ പരിപാടിയുള്ള ഇല്ലാപ്പോൾ ഇവിടെ അറിയോ? ചോദിച്ചോ? ഒപ്പന, ഡാൻസ്, ഇവിടെ എന്തൊക്കെ പരിപാടി നടത്തുള്ളൂ? ഒപ്പന നടത്തുള്ളൂ? ഒപ്പന നടക്കൂല, കളിക്കല. ഞാനും കളിച്ചിട്ടില്ല. ഞാൻ കളിച്ച ഒപ്പന നിങ്ങൾ കണ്ടിട്ടില്ല. ഏത് ഏത് അവിടെ കളിക്കും. പാട്ടിന്റെ അടി കൂടെ കളിക്കാൻ. അതെ ഏതാ ആ പാട്ട്? ഏതാ ഒപ്പന? ഏതാണോ പാട്ട്? ഏതാ? മണിമുല്ല വിധാനിച്ച മണിയറ. അതിലെങ്ങനെ കളിച്ചില്ലേ? അല്ലേ? അപ്പൊ എനിക്ക് ഒപ്പന അറിയില്ലേ? അങ്ങോട്ട് കേക്കറ്റും അറിയാം ഒപ്പന. മനസ്സിലായി. എവിടെ? അത് ഞാൻ പറഞ്ഞോട്ടു. ഇപ്പൊ അപ്പൊ പറഞ്ഞോട്ടു അല്ലേ? എന്നാ നമുക്കൊരു മ്യൂസിക് ഒക്കെ കുറിച്ച് പാട്ട് കേൾക്കാം അല്ലേ? ഏത് പാട്ട് പാടുന്നത്? തമിഴ് പാട്ടുണ്ട്, മലയാള പാട്ടുണ്ട്, ഹിന്ദി പാട്ടുണ്ട്, ഉടുക്കപ്പാട്ടുണ്ട്, ഉറുപ്പാട്ടുണ്ട്, ഉടുക്കപ്പാട്ടോ? എല്ലാ പാട്ടും ഉടുക്കപ്പാട്ടൊക്കെ പാടിക്കാം. ഞാൻ പാടും. ഓക്കെ, അപ്പോ
നമുക്ക് നമ്മുടെ കുഞ്ഞാപ്പൂവിന്റെയും ഗോവിന്റെയും ഒരു പാട്ട് കേൾക്കാൻ പോവുകയാണ്. ഒരുപാട് സമയം ചെയ്യാം. ഒരു സ്കൂളാണ്. അപ്പോ കറണ്ട് പോയോ? തുടങ്ങല്ലേ പാട്ട് തുടങ്ങല്ലേ? ഒരു കാര്യം പറയട്ടെ, ഞാൻ കുറേ സമയത്ത് നോക്കിയെന്നറിയാം. നമ്മൾ ഇന്നെന്തായാലും നിങ്ങളുടെ കൂടെ ഞാൻ ഇപ്പൊ ഇവിടെ വന്നു. നൈറ്റിൽ നമുക്ക് ഒരു പരിപാടി. അല്ല, അത് മാത്രമല്ല, ഞാൻ ഇത്ര സമയമായിട്ട് അതിന്റെ ഓപ്പറേറ്ററോടെ ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അയാളെ കാണുന്നില്ല. അത് ഞാൻ ആ ട്രോഫിയുടെ ഭാഗത്തേക്ക് നോക്കുകയാണ്. ബഷീർക്ക് അവിടെ ഒരു കൈഡി കൊടുക്കും. ബഷീർക്ക് ഒരു രക്ഷയില്ല. നമുക്കറിയാം. ഹലോ ഹലോ ഒരു ട്രെയിൻ നോക്കിയാലോ? എമ്മാടി എമ്മാടി ഒന്നാം തുണിക്കുക. തുടങ്ങാം. Thank you all. ഓക്കെ, അപ്പോ നമ്മുടെ കുടുംബക്കാർ പോയ വിളിയായിരുന്നു. അപ്പോ PTA വൈസ് പ്രസിഡന്റ് ആണ്. ഇപ്പൊ നിങ്ങള്
ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ താലോസ് വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉറപ്പായിട്ടാണ് കേട്ടോ ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. നമുക്ക് അത്തിയിലെക്കണം. ബൈ ബൈ, സി യു. ഓക്കെ, താലോസ് വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക ഗായ്സ്. അത്തിയിലെക്കണം. ബൈ ബൈ. ഓക്കെ, സി യു. ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ.